കമ്മിറ്റിയിൽ നേതൃത്വത്തിന് രൂക്ഷ വിമർശനം. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്നും അകന്നത് പാർട്ടിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് ന്യൂനപക്ഷങ്ങളെ അകറ്റി. കണ്ണൂരിലെ സ്ഥിതി ഗൗരവമെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങൾ വിലയിരുത്തി. CPIയുടെ ചില നിലപാടുകളും തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. LDFന്റെ വോട്ടുകളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെന്നും വിമർശനം ഉയർന്നു. അർജുൻ രാജ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. അർജുൻ, ഗുഡ് മോർണിംഗ്. അതായത് എല്ലാ തലത്തിലും പാർട്ടി വിലയിരുത്തലുകൾ നടത്തുന്നു, വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഘടകകക്ഷികൾക്ക് എതിരെ വിമർശനം, പ്രത്യേകിച്ച് CPIക്കെതിരെ വിമർശനമുണ്ട്. അതിനൊപ്പം തന്നെ വെള്ളാപ്പള്ളി വിഷയം, ഇത് ഏത് ഘട്ടത്തിലും തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപും അല്ലെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയ ഘട്ടത്തിലും ഒക്കെയും ഉയർന്നു വന്ന ഒരു വെള്ളാപ്പള്ളി ഫാക്ടർ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെയും അതിനെ പ്രതിരോധിക്കാനാണ് പാർട്ടി ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ പാർട്ടി തന്നെ പറയുന്നു അതൊക്കെയും തിരിച്ചടിയായി, അതൊക്കെയും ന്യൂനപക്ഷങ്ങൾ അകലാൻ കാരണമായി. എന്തൊക്കെയാണ് പാർട്ടിയുടെ പൊതു വിലയിരുത്തലുകൾ? സേതു, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താനുള്ള CPIഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്നലെയും ഇന്നുമായി നടക്കുകയാണ്. ഇന്ന് അവസാനിക്കുകയും ചെയ്യും. വലിയ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കണ്ടതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. സംഘടനാപരമായിട്ടുള്ള വീഴ്ചകൾ എണ്ണിപ്പറയുന്നതാണ് സംസ്ഥാന കമ്മിറ്റിയിലും നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പിലെ തോൽവി സംഘടനാപരമായിട്ടുള്ള വീഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് നടന്നത് എന്നുള്ള വിമർശനമാണ് ഉള്ളത്. സംഘടനാപരമായിട്ടുള്ള വീഴ്ച അടിത്തട്ട് തൊട്ട് മുകൾത്തട്ട് വരെ പ്രകടമായിരുന്നു തെരഞ്ഞെടുപ്പിൽ എന്നുള്ള വിമർശനം ഉണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ അത് ഏകീകരിക്കപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള വിമർശനങ്ങളടക്കമുള്ളത്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതിരുന്നത് ന്യൂനപക്ഷങ്ങളെ അകറ്റി എന്നുള്ള വിമർശനം സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ടതായിരുന്നു എന്ന നിലപാട് ചില അംഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. അതിനോടൊപ്പം തന്നെ തളിപ്പറമ്പിലെയും ഉൾപ്പെടെയുള്ള ഈ വിമതർ മത്സരിച്ചിട്ടുള്ള ഇടങ്ങളിൽ പയ്യന്നൂരിലെയും ഒക്കെ വീഴ്ച അത് സംഘടനാപരമായി നേതൃത്വത്തിനുണ്ടായിട്ടുള്ള വീഴ്ച ആണ് എന്നുള്ള വിമർശനമുണ്ട്. ആലപ്പുഴയിലേത് അമ്പലപ്പുഴയിൽ G. സുധാകരൻ മത്സരിക്കുമെന്ന് ഒരു തരത്തിൽ പ്രതീക്ഷിക്കാമായിരുന്നെങ്കിലും ഈ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമൊക്കെ അത് അനുനയിപ്പിച്ചുകൊണ്ട് ആ തീരുമാനത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാമായിരുന്നു എന്നുള്ള വികാരമുള്ള ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. അതുകൊണ്ട് കണ്ണൂരിലെ നിലവിലെ സ്ഥിതി ഗുരുതരമാണ് എന്നുള്ള വിമർശനം കൂടി അവിടെ നിന്ന് ഉയർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഘടകകക്ഷികൾക്കെതിരായിട്ടുള്ള വിമർശനം. അത് CPIയോടും കേരള കോൺഗ്രസ് എമ്മിനോടും വിമർശനമുണ്ട്. CPIയുടെ ചില നിലപാടുകൾ, ചില വിമർശനങ്ങളൊക്കെ LDFന്റെ വോട്ടുകൾ തന്നെ ഭിന്നിപ്പിക്കുന്നതിൽ, അവരെ കൺഫ്യൂഷനിലാക്കുന്നതിൽ എത്തിച്ചു എന്നുള്ളതാണ് CPIക്കുള്ള വിമർശനം. PMC ഉൾപ്പെടെയുള്ള അവരുടെ ചില നിലപാടുകൾ, അവരത് പരസ്യമായി പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടിക്കും LDFനും ദോഷകരമായി എന്നുള്ള വിമർശനം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എം അവർ മുന്നണി മാറുമെന്നുള്ള ചർച്ചകൾ അത് അവർക്ക് ലഭിക്കുമായിരുന്ന LDFന് ലഭിക്കുമായിരുന്ന വോട്ടുകളെ ഭിന്നിപ്പിച്ചു എന്നുള്ള വിമർശനം കൂടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ട്. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തെയും അതിനോടൊപ്പം തന്നെ ഘടകകക്ഷികളെയും വിമർശിക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നേതൃത്വത്തിനടക്കം വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുകയും ചെയ്യുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങൾ. ശരി അർജുൻ, ശരി.